ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യത്തെ പോയമാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് വരാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഈ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവൻറ്റ് യു? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? അപ്പം നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലേ. ചിലപ്പോൾ കുറേ ഫ്രണ്ട്സ് കാണും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടേ ഉള്ളായിരിക്കും. പക്ഷേ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവർക്കെല്ലാം ചില നല്ല ക്വാളിറ്റീസ്, ഗുണങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്വാളിറ്റിയിൽ ഏത് ഗുണമാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ പോയം ഒന്ന് വായിക്കാം. അപ്പം നമ്മുടെ പോയത്തിൻ്റെ പേരെന്താണ്? എ ഫ്രണ്ട്. അപ്പം ഈ പോയം എഴുതിയത് ആരാന്ന് അതിന് തൊട്ട് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോയം എഴുതിയത് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്ന പോയറ്റാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് വായിച്ചിട്ട് പോയത്തിലേക്ക് വരാം. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദി ഏജ് ഓഫ് 17. He has written more than 11,000 poems. അപ്പം എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് എന്ന് പറയുന്ന ഈ പോയറ്റ് എന്നാണ് ജനിച്ചത്? 1881. 1881 ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1959, 1959. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദി ഏജ് ഓഫ് 17. അദ്ദേഹത്തിന് 17 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്യുന്നത്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. എത്ര പോയംസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം? 11,000. 11,000-ലധികം പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് എ ഫ്രണ്ട് എന്നുള്ള കൂട്ടുകാരനെ പറ്റി, നമ്മുടെ സുഹൃത്തിനെ പറ്റിയുള്ള ഈ പോയം. നമുക്ക് ആ പോയം ഒന്ന് ഫസ്റ്റ് വായിക്കാം. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് but stays by choice. Your praises he is quick to voice. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. No matter where your path may turn, your welfare is his chief concern. No matter what your dream may be, he prays your trump soon to see. There is no wish your tongue can tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് വരാം. ഫസ്റ്റ് 4 ലൈൻസിലേക്ക് നമുക്ക് വരാം. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? എന്ത് ഷെയർ ചെയ്യുന്ന ആളാണ്? നമ്മുടെ ഗ്രീഫ് ആൻഡ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നിമിഷങ്ങളും, നമുക്ക് വിഷമമുള്ളതായിരിക്കാം ഒരു പക്ഷേ അല്ലേ, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം അല്ലേ. അപ്പം ഇതെല്ലാം ഷെയർ ചെയ്യുന്ന ആളാണ്, എല്ലാ സാഹചര്യത്തിലും നമ്മളോടൊപ്പം ഉള്ള ആളാണ് ആര്? നമ്മുടെ സുഹൃത്ത്, ഫ്രണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അവരെല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉള്ളത്? ദേ വിൽ പ്രൊവൈഡ് കംഫർട്ട്. അവർ നമുക്ക് നല്ല സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും അല്ലേ, നമ്മളെ കംഫർട്ട്, നമ്മളെ ആശ്വസിപ്പിക്കും. ഇനി നമ്മൾ ചിലപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് ആവശ്യമുള്ള സാഹചര്യമായിരിക്കും, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലേ. നമുക്ക് പ്രയാസ സമയങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളായിരിക്കും ആര്? നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലൈനിലേക്ക് നോക്കിക്കേ. He comes by chance but stays by choice. അപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? He comes by chance എന്ന് പറഞ്ഞാൽ എന്താണ്? but stays by choice എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലേ, ഒരിക്കലും ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു കൂട്ടുകാരനെ അല്ലെ ഒരു കൂട്ടുകാരിയെ നമുക്ക് കിട്ടുന്നത്. ഹി കംസ് ബൈ ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നമുക്കൊരു സുഹൃത്തിനെ കിട്ടുന്നത്. ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്, പക്ഷെ അവർ നമ്മളോടൊപ്പം
ആയിരിക്കുന്നത്, നമ്മളോടൊപ്പം തുടരുന്നത് എങ്ങനെയാണ്, അത് അവർ തീരുമാനം എടുക്കുന്നതാണ് അല്ലേ. അവരുടെ ചോയ്സാണ്. അവർ നമ്മളോടൊപ്പം എന്നും തുടരാനായിട്ട്, നമ്മുടെ ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നതാണ്, അവരുടെ ചോയ്സാണത്. ഇനി അടുത്ത ലൈനിൽ എന്താ പറഞ്ഞേക്കുന്നത്? യുവർ പ്രൈസസ് ഹീസ് ക്വിക്ക് ടു വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ പ്രൈസസ്, അതായത് നമ്മളെ ആരെങ്കിലും അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നല്ല ക്വാളിറ്റീസ്, നമുക്ക് വരുന്ന നല്ല നേട്ടങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് തന്നെ അവരത് അംഗീകരിക്കും, അല്ലെങ്കിൽ ഇത് അവർ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യും, പറയും. നമ്മുടെ നല്ല ഗുണങ്ങൾ, നമുക്ക് കിട്ടുന്ന നല്ല നേട്ടങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? അവർ മറ്റുള്ളവരോട് പറയും, അല്ലെങ്കിൽ അവരത് വിലമതിക്കും എന്നാണ് നമ്മൾ ഈ ഒരു 4 ലൈൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു 4 ലൈൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഏതൊരു ഗുണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? ഫ്രണ്ടിൻ്റെ പല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 2 ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു 4 ലൈൻസ് നോക്കുമ്പോൾ. അവർ നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. നമ്മുടെ കൂട്ടുകാർ എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ പിന്തുണയ്ക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എമ്പതി കാണിക്കും നമ്മളോട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൈൻസിലേക്ക് പോകാം. No grievous fault or passing whim can make an enemy of him. അപ്പോൾ നോ ഗ്രീവിയസ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ പാസിങ് വേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ചിലപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ടേക്കാം അല്ലേ. അപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ പാസിങ് വേം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു നിമിഷത്തെ ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ദേഷ്യത്തിൻ്റെയോ വിഷമത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചേക്കാം. അതിനാണ് പാസിങ് വേം എന്ന് പറയുന്നത്. അപ്പം ഈ 2 കാര്യങ്ങൾ, അതായത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു വലിയ മിസ്റ്റേക്കോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം ഉണ്ടായപ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്തത് ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. ഇതൊന്നും എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ഫ്രണ്ടിനെ നമ്മുടെ ശത്രുവാക്കി മാറ്റില്ല. എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഫ്രണ്ട് ഇതൊക്കെ മനസ്സിലാക്കും അല്ലെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ് ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും? അവർ അതൊക്കെ ഫോർഗീവ് ചെയ്യും, ക്ഷമിക്കും. അപ്പം നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെല്ലാം ക്ഷമിക്കും, അതുപോലെ തന്നെ നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. നമ്മളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ അവർ ചിന്തിക്കും. And though your need be great or small, his strength is yours throughout it all. എന്താണ് ഈ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ആവശ്യം അല്ലേ, നമുക്ക് ഉണ്ടാകുന്ന ആവശ്യം, ചിലപ്പോൾ നമുക്കൊരു ചെറിയ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു സഹായം നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. പക്ഷെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തായിരുന്നാലും നമ്മുടെ ഫ്രണ്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അവരുടെ സ്ട്രെങ്ത് മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് മുഴുവൻ ആർക്ക് തരും? നമുക്ക് തരും. നമ്മളടുത്ത് അത്രയും വിശ്വസ്തനായിരിക്കും, അല്ലെങ്കിൽ വിശ്വസ്തയായിരിക്കും. നമുക്ക് അത്രയും സപ്പോർട്ട് തരും. നമ്മുടെ ആവശ്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 4 ലൈൻസിൽ നിന്ന് ഫ്രണ്ടിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? 2 ക്വാളിറ്റീസ്. ഒന്ന് സപ്പോർട്ട്. ഈ ഒരു 4 ലൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നല്ല സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. പിന്നെ അടുത്തത് എന്താണ്? ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവർ നമ്മളോട് വിശ്വസ്തരായിരിക്കും. ഇനി നമുക്ക് അടുത്ത ലൈൻസിലേക്ക് പോകാം. നോ മാറ്റർ വെയർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. അതായത് നോ മാറ്റർ വെയർ യുവർ പാത്ത് മേ ടേൺ. പാത്ത് മേ ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ വഴി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വഴിത്തിരിവുകളും ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെ ഏത് വഴിത്തിരിവുകൾ വരുമ്പോഴും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം അല്ലെ, മാറ്റങ്ങൾ വന്നേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ജീവിതത്തിൽ എന്ത് വഴിത്തിരിവ് വന്നാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രധാന കൺസേൺ അല്ലെങ്കിൽ ഫോക്കസ് എന്തായിരിക്കും? യുവർ വെൽഫെയർ, നമ്മുടെ നല്ലത് അല്ലെ നമ്മുടെ ഹാപ്പിനെസ് ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ, സുഹൃത്തിൻ്റെ പ്രധാന ഫോക്കസ്, പ്രധാന കൺസേൺ എന്ന് പറയുന്നത്. അടുത്ത ലൈൻ നോക്കിക്കേ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രംസ് സൂൺ ടു സീ. അപ്പം നമ്മുടെ ലക്ഷ്യം അല്ലെ, ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം, നമ്മുടെ സ്വപ്നം എന്ത് തന്നെ ആയിക്കോട്ടെ
നമ്മുടെ ഫ്രണ്ട്, ഒരു ശരിക്കും ഉള്ളൊരു ട്രൂ ഫ്രണ്ട് എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രാർത്ഥിക്കുക. ഇവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രേസ് യുവർ ട്രം സൂൺ ടു സീ എന്ന് പറഞ്ഞാൽ വിക്ടറി, വിജയം, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, നടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വിജയം കിട്ടാനായിരിക്കും നമ്മുടെ സ്വപ്നം എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ഫ്രണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് നടക്കാനാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഏതൊക്കെ ഫ്രണ്ടിൻ്റെ ഏതൊക്കെ ക്വാളിറ്റീസ് നമുക്ക് പറയാൻ അല്ലെങ്കിൽ കാണാൻ പറ്റും? ഒന്ന്, അദ്ദേഹം സെൽഫ്ലെസ്, അല്ലേ, സെൽഫിഷ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഒരു നല്ല സുഹൃത്തെന്ന് പറയുന്നത്. ആ നല്ലൊരു സുഹൃത്ത് ഒരിക്കലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല. കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വെൽഫെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രീം നടക്കാനായിരിക്കും ഒരു നല്ല ട്രൂ ഫ്രണ്ട് എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. നമുക്ക് അടുത്ത ലൈനിലേക്ക് പോവാം. ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട് ആസ് വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേർക്കും അതായത് ഒരേപോലെയുള്ള അത്രയ്ക്കും ഒരു ഡീപ്പ് കണക്ഷനാണ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ തമ്മിൽ നല്ലൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരിക്കും, അല്ലേ? യഥാർത്ഥ സുഹൃത്തുക്കൾ, ട്രൂ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വിഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എന്തായിരിക്കും? എല്ലാം ഒരേപോലെ ആയിരിക്കും. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ സുഹൃത്തും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത വരിയിലേക്ക് നോക്കിക്കേ. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. ടു ദ എൻഡ് എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെയും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തിലും എല്ലാ സമയത്തും എന്തായിരിക്കും? ഒരു ഫ്രണ്ടുള്ള ഒരാളുടെ, ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട്, നല്ലൊരു സുഹൃത്തുള്ള, ട്രൂ ഫ്രണ്ടുള്ള ഒരു വ്യക്തിക്ക് എന്തായിരിക്കും? ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ് എന്ന് പറയുമ്പോൾ, ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ് എന്ന് പറയുമ്പോൾ അത്രയും പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ഒരു സുഹൃത്തിൻ്റെ സംരക്ഷണം എല്ലായ്പ്പോഴും ലഭിക്കും. ഒരു നല്ല ട്രൂ ഫ്രണ്ട് ഉള്ള ഒരാൾക്ക് എല്ലായ്പ്പോഴും ആ സുഹൃത്തിൻ്റെ സംരക്ഷണം ലഭിക്കും എന്നുള്ളതാണ് ഈ ലാസ്റ്റ് വരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഒരു ട്രൂ ഫ്രണ്ടിനെ കുറിച്ച് എന്തൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്? ഒന്ന്, അദ്ദേഹം നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ ആ പ്രശ്നത്തിലെല്ലാം, നമ്മുടെ പ്രയാസ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ ഒപ്പം സപ്പോർട്ടായിട്ട്, നമ്മുടെ നല്ല സമയത്തും നമുക്ക് സന്തോഷം ഉള്ളപ്പോഴാണെങ്കിലും വിഷമം ഉള്ളപ്പോഴാണെങ്കിലും അതെല്ലാം ഷെയർ ചെയ്യാൻ നമ്മുടെ സുഹൃത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമാണ് അടുത്ത രണ്ടാമത്തെ ഇതിലേക്ക് വന്നപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിന് ഒരു നല്ല വിജയം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്ന വാക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റോ ഒന്നും എന്താക്കില്ല, നമ്മുടെ ശത്രുവാക്കി അദ്ദേഹത്തെ മാറ്റില്ല. ഇനി പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ വഴിത്തിരിവായിക്കോട്ടെ, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചോട്ടെ, നമ്മുടെ നന്മ, നമ്മുടെ വെൽഫെയർ ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രധാന ഫോക്കസ് അല്ലെങ്കിൽ കൺസേൺ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്വപ്നം ട്രൂ ആവാൻ, അല്ലെങ്കിൽ സത്യമാകാൻ, സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ ഫ്രണ്ട് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഒരു ട്രൂ ഫ്രണ്ട് ഉള്ളത് എപ്പോഴും എന്താണ്? നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ നമുക്കൊരു സംരക്ഷണമാണെന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ പോയറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫ്രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതാം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഫ്രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിൻ്റെ കാരണം കൂടി ഇവിടെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദി പോം? ഒരു ഗുഡ് ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോയത്തിൽ നിന്നും പഠിച്ചത്? എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കൊന്ന് എഴുതാം. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇവിടെ നോക്കിക്കേ. എ ഗുഡ് ഫ്രണ്ട് ഈസ് ഓൾവേസ് സപ്പോർട്ടീവ് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. നമ്മുടെ പ്രയാസ സമയങ്ങളിൽ എന്തായിരിക്കും ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്? എപ്പോഴും നമ്മളെ പിന്തുണയ്ക്കും. എ ഗുഡ് ഫ്രണ്ട് ഫോർഗീവ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഹിസ് ഓർ ഹെർ ഫ്രണ്ട്. ഒരു ഗുഡ് ഫ്രണ്ട്
എന്ത് ചെയ്യും, എപ്പോഴും തൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ തെറ്റുകളെ ക്ഷമിക്കുകയും അവരെ നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ജീവിതം കൂടുതൽ സെക്യൂർ ആക്കുന്നത്, സുരക്ഷിതമാക്കുന്നത്. അത് നമ്മൾ പോയത്തിൽ പറഞ്ഞല്ലേ. എങ്ങനെയാണ് നമുക്ക് എഴുതാം. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ചലഞ്ചസ് എ ട്രൂ ഫ്രണ്ട് വിൽ പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട്. എ ട്രൂ ഫ്രണ്ട് ഓൾവേസ് ഫോക്കസ് ഓൺ അവർ വെൽഫെയർ ആൻഡ് ഹാപ്പിനെസ്. അപ്പം നമുക്ക് ചലഞ്ചസ്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ട്രൂ ഫ്രണ്ട് എല്ലായ്പ്പോഴും നമുക്ക് കംഫർട്ട്, നമ്മളെ ആശ്വസിപ്പിക്കും. അത് മാത്രമല്ല നമുക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി നമ്മുടെ എന്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ വെൽഫെയർ, നമ്മുടെ നന്മയ്ക്കും നമ്മുടെ സന്തോഷത്തിനുമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം കുറേ കൂടി സെക്യൂർ ആക്കാൻ നമ്മുടെ ഫ്രണ്ട്സിന് പറ്റും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡസ് ദി പോയം എൻകറേജ് us ടു ബി ഗുഡ് ഫ്രണ്ട്സ്? നമ്മളെ എങ്ങനെയാണ് ഈ പോയം ഗുഡ് ഫ്രണ്ട്സ് ആകാൻ എൻകറേജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ നമ്മൾ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് കാണിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടത്തുള്ളൂ, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ആൻസർ ഇങ്ങനെ എഴുതാം. ദിസ് പോം എൻകറേജസ് us to cultivate these qualities within ourselves to become better friends to those around us. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ പഠിച്ച ക്വാളിറ്റീസൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ വളർത്തിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇതേപോലെ നല്ലൊരു സൗഹൃദത്തിൽ, ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാൻ പറ്റും. നമുക്കൊരു ട്രൂ ഫ്രണ്ട് ആയിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് വരാം. എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു നല്ല സുഹൃത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ ഇവിടെ നമുക്ക് ഷെയറിങ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഈ വേർഡ് വെബ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. വേറെ എന്തൊക്കെയാണ്? ഗുഡ് ലിസ്ണർ, നല്ല കേൾക്കാൻ മനസ്സുള്ള ഒരാളായിരിക്കും അല്ലേ ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അടുത്ത എന്താണ്? സപ്പോർട്ടീവ് ആയിരിക്കും, നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും. ലവിങ് അല്ലേ, സ്നേഹം വളരെ പ്രധാനമാണ് അല്ലേ. ലോയൽറ്റി ഉണ്ടായിരിക്കും, വിശ്വസ്തനായിരിക്കും. അതുപോലെ എമ്പതി നമ്മളോട് കാണിക്കും, പറഞ്ഞു പോയത്തിൽ എമ്പത്തറ്റിക് ആയിരിക്കും നമ്മളോട്. അപ്പോൾ ഇതൊക്കെയാണ് ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുകൂടാതെ നിങ്ങൾ കണ്ടെത്തിയ ക്വാളിറ്റീസും ഇതിൽ എഴുതാൻ പറ്റും. നമുക്കിനി ആക്ടിവിറ്റി 2ലേക്ക് വരാം. റീഡ് ദ ലൈൻസ് ഓഫ് ദ പോം. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ. ഫസ്റ്റ് വേർഡ് ശ്രദ്ധിക്കുക, ടു ഷെയർ യു എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അപ്പം ഇതിൽ രണ്ട് വേർഡ്സ്, ഷെയർ, കെയർ. ഇതെന്താണ് എൻ്റെ പ്രത്യേകത? ഷെയർ, കെയർ എന്ന് പറയുമ്പോൾ അത് രണ്ടും അവസാനിക്കുന്നത് ഒരേ സൗണ്ടിലാണ് അല്ലേ. എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? റൈമിംഗ് വേർഡ്സ്. അതായത് ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ പറയുന്നതാണ് റൈമിംഗ് വേർഡ്സ്. അപ്പം ഇതേപോലെ നമുക്ക് പോയത്തിൽ നിന്ന് കുറച്ച് റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില വേർഡ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഷെയർ, കെയർ. പിന്നെ എന്താണ്? വോയിസ്, ചോയ്സ്. അതുപോലെ വിം, ഹിം. പിന്നെ സ്മോൾ, ഓൾ. ടേൺ, കൺസേൺ. ബി, സി. ടെൽ, വെൽ. ഫ്രണ്ട്, എൻഡ്. അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈ വേർഡ്സൊക്കെ തന്നെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി 3യിലേക്ക് വരാം. You all have friends, haven't you? Do you know the likes and dislikes of your friends? Ask your friends about their likes and dislikes and write them in the space provided. An example is given for you. ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇഷ്ടങ്ങൾ, ലൈക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടപ്പെടുന്നത്. ഡിസ്ലൈക്സ് എന്ന് പറഞ്ഞാലോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. പക്ഷേ അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും ഒന്ന് ചോദിച്ച് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? അപ്പോൾ അവരുടെ പേര് എഴുതുക. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ഇങ്ങനെ ഒന്ന് എഴുതാം.
ഒരു എക്സാമ്പിൾ, അരുൺ ലൈക്സ് ഐസ്ക്രീം, ഹി ഡസൻ ലൈക്ക് ചോക്ലേറ്റ്. അരുണിന് ഐസ്ക്രീം ഇഷ്ടമാണ്, ബട്ട് ഹി ഡസൻ ലൈക്ക് ചോക്ലേറ്റ്, അവന് ചോക്ലേറ്റ് ഇഷ്ടമല്ല. അടുത്ത എന്താണ്? നന്ദിനി ലൈക്സ് മ്യൂസിക്, നന്ദിനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഷി ഡസൻ ലൈക്ക് മൂവീസ്, അവൾക്ക് സിനിമ അല്ലെങ്കിൽ മൂവീസ് എന്തല്ല ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ ഇഷ്ടങ്ങളും അവർക്ക് ഇഷ്ടമില്ലാത്ത ഡിസ്ലൈക്സ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ വരുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.